നമ്മളെ വണ്ടിയെക്കുറിച്ച് ഒറ്റ വാക്കിലൊരു അഭിപ്രായം പറയാൻ എന്ത് പറയും? വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാല്യൂ ഫോർ മണി. കയ്യിൽ ഒതുങ്ങുന്നൊരു വണ്ടി. ഇപ്പം വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും നോക്കിയിട്ടുണ്ടോ? മൈലേജ് ആദ്യമൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എടുത്ത സമയത്ത് 12 കിട്ടിക്കൊണ്ടിരുന്നത്. ഈ വണ്ടി എടുക്കുക എത്ര രൂപ ആദ്യം അടച്ചു? ഞാൻ എൻ്റെ മാരുതി എക്സ്ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേ, മാരുതിക്ക് എനിക്ക് 45,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കിട്ടിയായിരുന്നു. കാർബറേറ്റർ അതിനകത്താണ് അനിയനും പഠിച്ചത്. രണ്ടാമത്തെ വണ്ടിയാണ് കുടുംബത്തിന് രണ്ടാമത്തെ വണ്ടിയാണ്. ആദ്യം വടക്കുതിരി എല്ലാവരുടെ കുടുംബത്തിൽ ആദ്യം വരുന്ന വടക്കുതിരി. എല്ലാവരും സാധാരണ. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ആൾട്ടോ കേട്ടാണ്. ഏകദേശം 5,600 ഏകദേശം കിലോമീറ്റർ പുറത്ത് ഓടിയ വണ്ടിയാണ്. ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കണ്ടന്റ്. ഓണറാണ് ഈ കിടന്ന് ഇങ്ങനെ നടക്കുന്നത്. എന്ത് പറയണേ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടെ നടക്കുന്ന ആളാണ്. വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന പൈസക്ക് നമ്മൾ എണ്ണ അടിച്ചു ലാഭമാണ് എങ്ങനെയായാലും. അന്ന് എനിക്ക് നിലവിൽ വരുമ്പോ തന്നെ വണ്ടി കൊണ്ടുവരുമ്പോ നമ്മൾ തന്നെ എത്ര വട്ടം പോയത്, എവിടെയൊക്കെ ഇറങ്ങാൻ പോയത്, എവിടെയൊക്കെ പോയേക്കുന്നു. അത് ആരെ കല്യാണത്തിനായിരുന്നു എല്ലാം കൂടെ കയറി പോയത്. എന്തിനൊക്കെ ഉണ്ട് ഒന്നും ഓർമ്മ കുറെ കേട്ടോ എല്ലാം ഇത് ചെയ്തേക്കുന്നുണ്ട്. എവിടെയൊക്കെ നമ്മള് പോയിട്ടുണ്ട്. അതിനകത്ത് സ്പീക്കർ ഉണ്ടല്ലേ, സ്പീക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. കൊറേ ലൈറ്റ് ഉണ്ടായിരുന്നു, ലൈറ്റ് കാര്യങ്ങള് തെറ്റായിരുന്നില്ലേ? അതൊരു ഓർമ്മയുണ്ട്. സത്യം ലൈറ്റ് ഇവിടെ ഡ്രീം ക്യാച്ചർ ഡ്രീം ക്യാച്ചർ ഉണ്ടായിരുന്നു. പേരൊക്കെ ഉണ്ടായിരുന്നു. ബ്രിഗേഡിയർ ഫ്രണ്ടില് പേരൊക്കെ എഴുതി വെച്ച്. ചെയ്യാത്ത പണികളൊന്നും ഇല്ലായിരുന്നു, എല്ലാം ചെയ്തു. നല്ല പണിത് വണ്ടിയില്ലേ, പണിഞ്ഞു. ലൈറ്റ് കയറ്റി അതിന്റെ ആക്സിലൊക്കെ എത്തി കംപ്ലൈന്റ് വന്നപ്പോ ആക്സിലൊക്കെ ശരിയാക്കി, ടയറൊക്കെ മാറ്റി. ലൈറ്റില് വെച്ച് പിന്നെ കൂളിംഗ് അടിച്ച് ബാക്കിൽ പേരടിച്ച് കാറ്റർ പില്ലർ അടിച്ച് ബാക്കിൽ. അല്ല കാറ്റർ പിസ്റ്റൺ എന്നൊക്കെ അടിച്ച് വണ്ടി പണിഞ്ഞാണ് വണ്ടി കിടന്നത്. പിന്നെ ആ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ആയിരുന്നു. കാർബറേറ്റർ മാറിയതായിരുന്നു, കംപ്ലൈന്റ് ഒന്ന് മാറി. പക്ഷെ വീണ്ടും ഒറ്റ മിക്കുള്ള പണി ഞാൻ തന്നെ ചെയ്തു. പണികളൊക്കെ കാർബറേറ്റർ അതിനകത്താണ് അനിയനും പഠിച്ചത്. കാർബറേറ്റർ നമ്മൾ തന്നെ ശരിയാക്കി ഓടിയിട്ടുണ്ട് അതിനകത്ത്. എടുക്കുന്ന എല്ലാരും മാരുതിയൊക്കെ എടുക്കും. റീസെയിൽ വാല്യൂ കൂടുതലുള്ളത് മാരുതിക്കാണ്. പിന്നെ എവിടെ വേണോ നമുക്ക് കൊണ്ട് പണിയാം. പാർട്സൊക്കെ കിട്ടും, എവിടെ വേണോ നമുക്ക് പാർട്സും കിട്ടും. വിലയും കുറച്ചാൽ പാർട്സിന് വിലയും കുറവായിരിക്കും. പിന്നെ അൾട്രേറ്റർ പണി വേണമെങ്കിൽ അമ്മക്ക് തന്നെ ചെയ്യാം. നിങ്ങൾ ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി. ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ തന്നെ, ചെറിയ കംപ്ലൈന്റ് വന്നാൽ തന്നെ നമ്മളെ കയ്യിൽ സാധാരണക്കാരന്റെ ജീവിതശൈലി എങ്ങനെയാണെന്ന് അറിയാല്ലേ. അതേപോലത്തെ ഞാൻ മാരുതി 800 ഉപയോഗിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മാരുതി എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതെനിക്ക് മാരുതി 800 പണി വന്നാൽ തന്നെ എന്റെ കയ്യിൽ വന്ന പണികളെ വരുള്ളൂ അതിനകത്ത്. ഫസ്റ്റ് വണ്ടി മാരുതിയാണ്. അതുകൊണ്ടാണ് ഞാൻ മാരുതി തന്നെ എടുക്കാന്ന് തീരുമാനിച്ചത്. നല്ല കംഫർട്ടബിൾ ആണ് വണ്ടി. നമുക്ക് വെളിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മൂന്ന് പേർക്ക് ഇരിക്കുന്ന സീറ്റ് ഒന്നും അല്ല, 4 പേർക്ക് പയ്യന്മാരൊക്കെ 5-6 പേർക്ക് എങ്ങനെയാലും ഇരിക്കാം, പയ്യന്മാരൊക്കെ ആണെങ്കിൽ. വണ്ടി കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. സർവീസ് ഒന്നും ഒരു കുഴപ്പമില്ല. എന്തായാലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ പിക്കപ്പ് ഒക്കെ ഉണ്ട്. അവര് നമുക്ക് സർവീസിന് പോയി പാടൊക്കെ ആണെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് തന്നെ വണ്ടി എടുത്തുണ്ട് സർവീസ് ചെയ്ത് കൊണ്ടുകൊടുക്കും. അവര് വിളിക്കും, വീട്ടിൽ എത്തുമ്പോൾ തന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകുന്ന ചോദിക്കും. കംപ്ലൈന്റ് പറഞ്ഞു കൊടുത്താൽ അവർ ക്ലിയർ ചെയ്തിട്ട് പറയും. എന്നിട്ട് അവർ തന്നെ പറയും, ഓട്ടിച്ച് നോക്കാൻ പറയും. വീട്ടിൽ കൊണ്ടിരുന്ന സമയത്ത് ഓട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വീണ്ടും വിളിച്ചാൽ മതി, റിക്കവർ ആക്കിക്കോളൂ. ഞാൻ നിലമേൽ ഇൻഡസ്ട്രിയിലാണ്. നിലമേലുള്ള തട്ടത്തോല
കൊള്ളാം. ഞാൻ നമ്മളെ ഇത് നമ്മളെ വാഗനാർ കൊടുത്തത് അവിടെ ആയിരുന്നില്ലേ? നല്ല സർവീസാണ്. സർവീസ് മാത്രമല്ല ഉള്ള പയ്യന്മാര് സൂപ്പർ നല്ല പയ്യന്മാരാണ്. ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ആണ് നല്ല സപ്പോർട്ട്. കാരണം ഭയങ്കര കാര്യമാണ്. നമ്മളൊന്നും അറിയാം, നമ്മൾ ജസ്റ്റ് അവിടെ കയറുക, പിന്നെ താക്കോൽ അവരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം ശരിയാക്കി തരും. വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും മതി. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ചെയ്യണമെങ്കിൽ അവർ തന്നെ പറയും, ഇന്ന സർവീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് അണ്ടർ കോട്ടിങ് ചെയ്യണമെന്ന്. അത് അവർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ തുരുമ്പ് കയറും. ഫസ്റ്റ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴേ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു. പെയിന്റ് ഈ വണ്ടി എടുക്കുക എത്ര രൂപ ആദ്യം അടച്ചു? ഞാൻ എൻ്റെ മാരുതി എക്സ്ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേ, മാരുതിക്ക് എനിക്ക് 45,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കിട്ടിയായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ ഒരു 30,000 കൂടെ അടച്ചു. ടോട്ടല് 75,000 രൂപയ്ക്ക്. അത്രയും വേണ്ട, 60 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എനിക്ക് ഒരു മാസം വരുന്നതെന്ന് വെച്ചാൽ 9,360. 5 കൊല്ലത്തേക്ക് 7 കൊല്ലത്തേക്കാണ് ഞാൻ ടൈം. 9,360 വെച്ചാണ് അടവ് വരുന്നത്. പിന്നെ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാറ്റ് സ്റ്റിയറിംഗിന്റെ ഇത് കാരണം പറ്റിയ വണ്ടിയാണ് ആൾട്ടോ. കേട്ടോ ഈ 5000 കിലോമീറ്റർ റോഡിൽ എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ പക്ക, ഒരു രക്ഷയില്ലാത്ത സർവീസാണ്. ഫസ്റ്റ് സർവീസ് എനിക്ക് 1000-ലായിരുന്നു. സെക്കൻഡ് സർവീസ് 5000-ലാണ്. സർവീസിന് മുമ്പ് തന്നെ അവർ വിളിക്കും. ഫസ്റ്റ് സർവീസ് എത്ര രൂപ വിലയായിട്ടുണ്ടോ ഏകദേശം? ഫസ്റ്റ് സർവീസിൽ എനിക്ക് 50 രൂപയായുള്ളൂ. ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പറയും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലേ അണ്ടർ കോട്ടിങ്ങാ. ഞാൻ ഫസ്റ്റ് സർവീസിന് മുമ്പേ അണ്ടർ കോട്ടിങ് ചെയ്തത്. കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അണ്ടർ കോട്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട് അണ്ടർ കോട്ടിങ്. മൈലേജ് ആദ്യമൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, എടുത്ത സമയത്ത് 12 കിട്ടിക്കൊണ്ടിരുന്നത്. സർവീസിന് മുമ്പേ കിട്ടിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ 13 അങ്ങനെ വന്നായിരുന്നു. പിന്നെ എനിക്ക് കൂടിയായിരുന്നു, എനിക്ക് ഏകദേശം 20 അടുപ്പിച്ചൊക്കെ മൈലേജ് കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോഴും കുറഞ്ഞു, ഇപ്പൊ 15 കിട്ടുന്നില്ല. 15 കിട്ടുന്നു. കുഴപ്പമില്ല, അതൊരു മൈലേജ് ആണ്. 15 എന്നൊക്കെ പറഞ്ഞു. സെക്കൻഡ് സർവീസ് ആയതേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി സർവീസ് കൂടെ കഴിയുമ്പോഴേ ഞാൻ 50 ആക്കിയ സാറിന് ബുദ്ധിമുട്ടായാലും ഞാനൊരു 45 ആക്കി തരാം. വണ്ടി സെറ്റാണ്. വണ്ടി ഒരു കുഴപ്പമില്ല. എനിക്ക് പഴയ വണ്ടി ആദ്യം പഴയ 800 ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. വണ്ടി ആ ഒരു ഇത് പോയല്ലോ. പഴയ 800 നല്ലൊരു വണ്ടിയാണ്. എല്ലാരെയും ഒരു ലുക്കാണ്. എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എടുക്കണം. അങ്ങനെയാണ് എടുത്തത്. പക്ഷെ പഴയ വണ്ടിയിൽ ആ ഒരു ഇത് കൊടുക്കുന്നുണ്ട് കമ്പനി. ആ ഒരു ഇത് കളഞ്ഞിട്ടില്ല. കൊള്ളാം. പഴയ 800 ബോഡിയാണ് ജപ്പാൻ ബോഡിയാണ് ആദ്യത്തെ. അതിനുശേഷം പിന്നെ വന്ന് പിന്നെ മാറി. എന്നെ കേട്ടൻ കട്ട് ചെയ്തിട്ടില്ല ഒരു പിന്നെ ഇത് കട്ടിയിട്ട് കേട്ടൻ. പഴയ കേട്ടാണ് സൂപ്പർ അല്ലേ? പിന്നെ പഴയ കേട്ട സീനാണ്. പഴയ കേട്ടൻ കാണാനും ഒരു ലുക്കല്ലേ പഴയ കേട്ടൻ. പിന്നെ അടിപൊളിയാണ്, നല്ല രസമാണ്. നമ്മളെ കടയിൽ തന്നെ മറ്റേ വൈഷ്ണവ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അറിയാമേ അത് ഉണ്ടോ ഇല്ലേ? ആദ്യം കൊണ്ട് പോണോ പോക്ക്? ഒരു പോക്കാണ് വണ്ടി. ഈ ആട്ടാണ് വണ്ടി. ഒരു സ്ട്രൈറ്റ് റോഡ് കിട്ടിയാ പോക്കാണ്. ഒറ്റ ചവിട്ടാ, ഒരു കമ്പനി ചവിട്ടൂല. കമ്പും ചവിട്ടില്ല. എടുത്തോണ്ടൊരു പോക്കാണ്, കാണാൻ പോലും ഇല്ല. പോയാ എല്ലാരും ഉണ്ട്. എല്ലാരും ജീവിത ശൈലിയിലോട്ട് മാറിയപ്പോഴത്തെ. പക്ഷെ വീട്ടിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ സത്യം, കാറുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ വെച്ചേക്കുന്ന വണ്ടികളാണ്. ഇതൊക്കെ റീച്ച് ആവുന്ന വീഡിയോ ഉണ്ടോ? ഇതാ കൊടുക്കാൻ വെച്ചത്. BMW ഒക്കെ ഉണ്ടായിരുന്നു. അവൻ 5-നെടുത്ത് 7-നാണ് കൊടുക്കുന്നു. നമ്മളെ കൂട്ടുകാരനാണ്. ഓട്ടോ കിടക്കുന്നില്ല. എല്ലാം ഉണ്ട്. മറ്റേ പിക്കപ്പ് ഉണ്ടായിരുന്നു.
ഈ വണ്ടി ഉണ്ടായിരുന്നു. അടിപൊളി. ഒരു വണ്ടി പ്രാന്തനാണല്ലേ, വണ്ടി കച്ചവടം. അച്ഛൻ ആദ്യം പിക്കപ്പ് ആയിരുന്നു.